നിന്നെക്കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. രാഹുൽ ഈശ്വർ, ഇന്ന് അതിജീവിതയുടെ ഈ ഹർജി, അതായത് അടച്ചിട്ട മുറിയിലുള്ള വിചാരണ വേണ്ട, തുറന്ന കോടതിയിൽ വിചാരണ നടക്കട്ടെ, എന്താണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം? താങ്കൾ എങ്ങനെയാണ് കാണുന്നതിനെ? മഞ്ജുഷി, 3 കാര്യങ്ങൾ. ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. പൂർണ്ണമായും വിയോജിക്കുന്നു, അത് വേറെ. പക്ഷെ അതിജീവിതയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ്, അതിന്റെ ഒരു എൻഡിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് പറയുന്ന അതിജീവിതയോടല്ല, അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2ഉം 3ഉം പോയിന്റ്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? UNDESA@UN.org യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ്. അതിലും കൂടെ ഒരു പരാതി അയച്ചോളൂ, നല്ലതാണ്. ചുമ്മാ UN കൂടെ അറിഞ്ഞിരിക്കട്ടെ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. അങ്ങനെ UN-ലേക്കും നമ്മുടെ വേൾഡ് കോർട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും IMF-ലേക്കും എല്ലാം കൂടി ഒരു പരാതി വെച്ച് അതൊരു ഒരുതരം പരിഹാസത്തിന്റെ ചുവയാണ് താങ്കളുടെ ആ വാക്കുകളിൽ കാണുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, അതൊരു പരിഹാസത്തിന്റെ രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കുന്ന മെമ്മറി കാർഡ്, അത് തുറന്നു പരിശോധിച്ചു എന്നുള്ള കാര്യം അന്വേഷണത്തിൽ, ആരുടെ അന്വേഷണത്തിൽ? ജുഡീഷ്യറിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ പോലും ബോധ്യമായ കാര്യമാണ്. പക്ഷെ എന്ത് സാറ് കള്ളം പറയുന്നതിൽ PhD എടുത്തിട്ടുണ്ടോ? എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നുണ പറഞ്ഞു പോലൂടാ. കോടതിയുടെ പരിഗണനയിലുള്ള സമയത്ത്, കോടതിയുടെ പ്രിമൈസിൽ, കോടതിയുടെ സമയത്ത്, ഉച്ച സമയത്ത് തന്നെ നടന്ന ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി രണ്ടും രാത്രിയിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിനുള്ള ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവാനാണ്. ഈ ഫയൽ തുറന്നു പരിശോധിക്കാനൊന്നുമില്ല. ഈ ഡിവൈസ് ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇട്ട് ഇത് തന്നെയാണോ ഡിവൈസ് എന്ന് നോക്കിയാൽ ആ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ ഒരു ഫയലുകളുടെ ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അടപ്പല്ല, ഇത് തുറന്നു പരിശോധിക്കാൻ എവിടെങ്കിലും അടച്ചു എന്തിനു വേണ്ടി ഉത്തരം പറയാൻ 10 സെക്കൻഡ് പോലും ഇല്ല. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ശരി, ഈ സാധാരണക്കാർ മനസ്സിലാക്കാനാണ്. തുറന്നു പരിശോധിക്കാൻ ഇത് അടച്ചു വെച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല. എന്തിനാണ് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത്? ആരാണ്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എന്തിനാണ് അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഇട്ട് നോക്കുന്നത്? അല്ലല്ലേ, കോടതി ജീവനക്കാരോട് ആരെങ്കിലും പറഞ്ഞോ ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കാൻ? അല്ല, കോടതി ജീവനക്കാരോട് പറഞ്ഞു ആരെങ്കിലും ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കാൻ? താങ്കൾ ഇങ്ങനെ സില്ലി ആയിട്ട് കാര്യം പറയരുത്. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നോക്കാൻ വേണ്ടി ഒരു വിവോ ഫോണിലോ ഒരു വിൻഡോസ് ഡിവൈസിലോ ഇട്ട് നോക്കി എന്ന് പറയുന്നത് എത്രത്തോളം ലാഘവത്തോടെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കോർട്ട് ഓഫീസേഴ്സ് ആണ് ചെയ്തത്. ഇതിന് പിന്നിൽ ദിലീപ് ഒന്നുമല്ല. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. അതായത് ആ ഫയലുകളുടെ മാറിയിട്ടില്ല. സാർ, താങ്കൾക്ക് ജനങ്ങൾക്കെങ്കിലും മറുപടി കേട്ടോട്ടെ. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് ദീപ മാഡത്തിന്റെ FSL റിപ്പോർട്ടിൽ എടുത്തെഴുതിയിട്ടുണ്ട്. അതായത് അതിജീവിതയുമായി ബന്ധപ്പെട്ട 8 ഫയലുകളുണ്ട്. അതിൽ ഒരു ഫയലിന്റെ പോലും ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിനിമയെ ബന്ധിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയും കൂടെ പറയാം. ഇനിയും കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറയുകയും ഈ ജഡ്ജിമാരെല്ലാം മോശക്കാരാണ്, ഇതിന്റെ മേൽക്കോടതികളിൽ പോകാമെന്ന് പറയുകയും ചെയ്യാൻ വേണ്ടി ആദ്യമേ ഒരു ഡിഫൻസ് ഉണ്ടാക്കുകയാണ്, ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. അവന്റെ ചിഹ്നത്തിന്റെ സോവ സിംഹത്തിന്റെ. കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, കഴുതുണ്ട്. പക്ഷെ ആരാ കാട്ടിലെ സിംഹം? അവൻ ആനയുടെ മഷിക്കും വരെ കയറിയിരിക്കും. അതുകൊണ്ടാണ് വനിതയായി ജഡ്ജിയെ അപമാനിച്ചു, അവരുടെ ഹസ്ബൻഡിനെ അപമാനിച്ചു, അവരുടെ അച്ഛനെ അപമാനിച്ചു. അവസാനം ആ ജഡ്ജിക്ക് പറയേണ്ടി വന്നു, എന്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് ബാക്കി എല്ലാരെയും ഇവരെ അപമാനിച്ചു എന്ന്. ഇതാണ് ഭായിഷായണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുരണ്ട്. മാധ്യമങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി കിട്ടുന്ന എല്ലാരെയും കരിവാരി തേക്കുന്നത് ഒരു വൃത്തികെട്ട പ്രവണതയാണ്. ശരിയാണ്, മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്, പോലീസ് പൂർണ്ണമായിട്ടുണ്ട്, സർക്കാർ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ഈ നാട്ടിൽ നീതി വേണ്ടേ? തെളിവില്ലാതെ ഒരാളെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും?
കാര്യമാണ്. എല്ലാം ഊന്നുന്ന ദിലീപിനെയാണ്. എന്നിട്ട് അവസാനം ജുഡീഷ്യറിയെ നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് കാര്യമാണ്? നമുക്ക് നേരിട്ട് സംസാരിച്ചൂടെ? ഈ വളഞ്ഞു കുട്ടി മൂക്കി പിടിക്കുന്നത് ഇങ്ങനെ മൂക്കി പിടിക്കുന്നത് എന്തിനാ? ദിലീപിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് ഇങ്ങനെ പറയാനുള്ള ധൈര്യം കാണിക്കണം. അതാണ് കോടതിയുടെ ഇന്റഗ്രിറ്റി. കോടതി ദിലീപിന്റെ വാദഗതി തള്ളി. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആര് കേട്ടാലും സ്വാമിയുടെ ഭാഗത്താണ് ന്യായം. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഉണ്ടാക്കിയത് നിലനിർത്തുന്നത് എല്ലാം എൻ്റെ പ്രേക്ഷകരാണ്. താങ്ക്സ് മാഡം, താങ്ക്സ് എ ലോട്ട്.